ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? ഓ, സുഖാ? സുഖാ? അയ്യോ, എന്റെ അമ്മോ, നിന്നെ ഇന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിന് വിളിക്കണമെന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? നിന്റെ ഒടുക്കത്തെ എല്ല് എന്റെ പോയി. ആ എല്ലല്ല ഞാൻ ചോദിച്ചത്, ഈ എല്ലിന്റെ കാര്യോ? എല്ലോ? അത് ഏഴല്ലേ? എടാ, പണിക്ക് ഇറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാ. ഈ കേശവനോട് പോയി ആര്? പോഞ്ഞിക്കരു? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? ഒരു വിട്ടോളൂ. എടാ പോഞ്ഞിക്കരെ, കുട്ടികായിട്ട് കളിച്ചിട്ട് ആ കോണിയും എടുത്തോണ്ട് വാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ? ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. അതിനാണ്. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. അയ്യോ, പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ടാ, പിന്നെ ഷോൾഡറിൽ കയറുക. താങ്ങോ? അങ്ങനെയാണ് വിങ്സ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. കേറാൻ തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പോടാ നീ, പോടാ പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. ഇയാൾ ഓടി. കയ്യറോ ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യായിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക് അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനിവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് കേട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര,
ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയുടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിൽ ഇവിടെ മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ആ ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പൽഗുണ അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അല്ല KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ ഡാനിയൽ എം. ടി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ളേ? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വലിയ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രംപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്ത് പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, കൂടെ പാതി നിറച്ചാ പോരാ, നന്നായിട്ട് നിറയ്ക്കണം. ಏನೋ നന്നായി കൂടാ നിറക്കുബേക്കു. ನನ್ನ ಕೂಡ ನಿದ್ರೆ ಬೇಕು. ആഹാ, എന്തത് അതെത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, എന്താ? ഈ നന്നെ കൂടെ നിദ്ര അയ്യോ വേണ്ട സാറേ, കൊച്ചന്മാരറിഞ്ഞ വളരെ മോശമല്ലേ. അല്ല എന്റെ അർത്ഥം. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. ഒന്ന് പോ സാറേ. പറയില്ല. ആ എല്ലാവരും നന്നെ കൂടെ നിദ്ര ബേക്കുവേ. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ, പാന്റും കോട്ടും കേട്ട് നടക്കണേ. എന്തോ വെച്ച് കിട്ടി? നമ്മള് 14,000 അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ ഉണ്ട്. എവിടെ? കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല, ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് 14,000 വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ, കാറ്റ്.
എന്ത് നാറ്റത് ഇയാളെ കള്ളു കുടിച്ചണ്ട. ഛേ, ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചുണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടാ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. ആ നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ, ഞാൻ കണ്ടതാ. കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അയ്യോ, അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചില്ല പോയി പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളിയിൽ തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. ആ. ആ കേറി പോ നോക്ക്. അല്ല ഇതെന്താ ഇത്? അത് ചെവി. ഇതാ മാതാവ്, ഇത് 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ എന്റെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇരിഞ്ഞപ്പോ പറന്നു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. ആ. പിന്നെ ഏ, ഇത് വെച്ചോ. ഫുള്ളാ? ആ ഇന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെ അങ്ങനെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറിക്കണോ? കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. അല്ല നിങ്ങള് ഈ നന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ബേക്കൂ. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ എന്താടി? അയ്യോ എന്റെ പപ്പേച്ചി. എന്താ കാരം കലക്കി കൊടുത്തു നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ, എടീ, നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാവണ പോലെ പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ, നീ അതൊന്നും പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ, നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, ശശിയേ, ശശി, എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ലെന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയി കേട്ടോ. എന്താ പിണങ്ങിപ്പോയതാ? ഏയ്, അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവിടല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ, അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ല. നീ അവളിരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നോ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നീ ചെല്ല്.
ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ് മാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവേലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്. പ്രായം അതല്ലേ. അവിടെ എന്താണ്? കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവന് ഓർമ്മകളായ വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. അല്ല, രുക്മിണിക്ക് അറിയോ, മാധവൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. ആർക്ക് വേണ്ടിട്ട് കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണിയെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ. അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം, കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോട്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? മാധവൻ ഇനി കക്കൂല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ? ശേ, ബാക്കിയുള്ളതിന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ, വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈ ഇപ്പം പാപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? അയ്യേ, എന്റെ ഈശ്വര, ഈ തെണ്ടിന് ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. എടാ, വേണേ ചക്ക വേരയിലും കായ്ക്കും. ആ, ടാറ്റ. ആ, പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തച്ഛനെ കയറ്റിയുണ്ടാ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ ആടുപട്ടെ വീടുടയായി വാ വാ വാ. സൂക്ഷിച്ച് ഇൻപമൊഴി വേദവാനി വാ വാ വാ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പീഡിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരിവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛനാ? മുത്തച്ഛൻ നിന്റെ മുതുകത്തല്ലിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യന് വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കിൽ തൈ. തൈപ്പൂയ കാവരിയാട്ടം തൈ. I am Perlal. Your sweet name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരോടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മസാല ദോശ.
മതാലസ മതാസല മുത്തശ്ശന് എന്തിന്റെ കട വയസ്സാം കാലത്ത് പെമ്പിള്ളേരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ ചിലപ്പോ അതിന്റെ ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്ന കേൾവി. അവനിന്ന് വരൂന്ന് ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് ഉറപ്പാ. ആ ദേ അത് മുറുക്കി കെട്ടണേ. മോളെ ഗോട്ടി. ആ ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ. പിള്ളേച്ച ശവത്തെ കുത്തരുത്. ആ ബീഡികളാ അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. നിന്റെ മോൻ തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ അമ്മച്ചേ. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായർ എങ്ങാനും ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ, ആ ജീവനാന്തം വിലക്കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനൊന്നും അനുവദിക്കില്ല. ഏ മാധവൻ നായർ എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മോളയല്ലടോ ഈർക്കില കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുയില്ലാതെ കിടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ രണ്ട് ഇറുക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്കേ. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ് ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചു തന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. ഒന്നിങ്ങോട്ട് വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. കണ്ണിന്നാ കുന്തെടുത്ത് കള. വരാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ കാലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നല്ല കനല്. എവിടെ പോണ് മുട്ടിലിറങ്ങി? ആരാണെന്ന ഇത് പേ പിടിച്ച. എന്തിനാടോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ? കറണ്ട് പോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? നടു അയ്യോ, എന്ത് പറ്റി പിള്ളേച്ച? ഉള്ളാണി പാപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിലായടോ. കാലിന്റെ അടിഭാഗം പൊള്ളിന്ന്. വന്നു പുറത്തിറങ്ങാണെങ്കിൽ വിടരുതവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താനിങ്ങോട്ട് പോന്നു. ഞാൻ അടുക്കള വരെ പോണേ. എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണം ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിയിട്ട് വരാം.
പോത്തത് എവിടെ പോയി കിടക്കുക? എടാ മാധവ, ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് പറയുന്നത് പറഞ്ഞോണ്ടാ ഞാൻ ഫീസ് ഊരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ വകയറടാ. നീ പറയുമ്പോ കുത്താനൂരെ ഞാൻ നിന്റെ അപ്പനാ. എടാ മാധവ, ഞാൻ ഫീസ് കുത്താൻ പോകുന്നു. അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് കാണും വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യനെ കണ്ടില്ലേ? ചെന്തു വണ്ടിയാ? അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഓടി. പോടാ. എടാ, മരപ്പെട്ടി, എന്താ രസം കാണാൻ. എവിടെ? അതെ, എന്തൊരു വെച്ചാ കാലിന്? ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി, സാരമില്ല. നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്, മീശയുടെ തൂക്കം ഒന്ന് കാണട്ടെ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഉണ്ടായത്? ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേച്ചനെ അതറിഞ്ഞിട്ട് എന്നെ എലിക്കണി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ, നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. ചെവി കിട്ടുതാ. വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്കം വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. വേണ്ട, രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട മോളെ, അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പോ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാമേ. ഓം താരാബി ചലിത് കൊൺബലവത്തന കാപ്പലുമയത്തും തോം തോം തോം. അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവർ എന്തിനാണ് ഈ മുതലക്കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ളുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നും. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ ഒരു പണിയൊന്നുമില്ല ചേർത്തിക്ക്. എന്നാ അവിടെ പോയേ? ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ ഇവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ, അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല ദേ, അങ്ങനെ പോവല്ലേ. നമുക്ക് 3 പേർ കൂടി എടുക്കണം. ഹോം നേഴ്സേ, സത്യത്തിൽ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇതെന്നെ മതി. കരയണ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ?
ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന്റെ ഹുക്ക് കഴിച്ച പാൻസ് അഴിക്കാനാ? അയ്യ അതൊന്നും വേണ്ട, വേണേ ദേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ എന്നാ എന്നാ. ഓമനേഴ്സേ, ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തിയ പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടിയിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ലു മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. அந்த மரத்தை பாத்தியா? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിച്ച. அந்த மரத்து மேல ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ, என் காட்டு தேவியே. നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தளப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, നിന്റെ ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലും ആക്കി. പൂച്ചേർച്ചി. കർത്താവ്, അതിന്റെ വായിന്ന് പോയതാണോ?
കുണ്ടിയെല്ലാം പോച്ച്. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ അച്ചോ, ഇത് തന്നെ മുണ്ടൂരി ഒന്ന് മാറ്റതാണ്. ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് കാണിക്കുന്നത് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ താനേ അവരുള്ള ഇരുക്കാറ് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരിക്കും. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார. ஆமா, நீங்க ഉണ്ണിയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തൊക്കെ? കൊഞ്ചം തള്ളുങ്ക സാർ. അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ള എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടതേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ.
അച്ഛാ ഇതാരാ അച്ഛാ? അയ്യോ അച്ഛാ ദേ കണ്ടോ പച്ച കുത്തിയത്. അച്ഛാ പച്ച. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ അച്ഛന്റെ സിഗരറ്റ് എടുക്കണ്ട, ഒരു വീഡിയോ എത്തിക്കാൻ. പക്ഷേ അത് സിഗരറ്റ് നിന്റെ എല്ലുണ്ടോടാ? കത്തിയുണ്ട് കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ ദൈവമേ മാഷ് അവരിക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. നിക്ക് നിക്ക് നാഗവന്ന് നിക്കല്ലേ, എത്ര വേഗം എത്തിയോ? അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി നീ ഇങ്ങ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യത്തെ തമാശ, ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണൻകുട്ടി ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. അയ്യേ നിങ്ങളൊന്നും കല്യാണമല്ലോ. അയ്യോ അയ്യോ എന്റെ ഈശോയെ. സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈലോ? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയാണ്? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. താനിക്ക് വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ഇങ്ങനെ ഓടിവാ കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിഞ്ഞു വീണ്ടും ഉടക്കി. എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. നിലത്തെടുത്ത് ചവിട്ടി ഊരാം. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലുണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാൻമാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് ഓലുമ പിടിക്കെല്ലാരും ഒരു മാറിക്ക്. നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച കാറ്റടിച്ചപ്പോ ഒരു സുഖം. സാർ കരയല്ലേ? കരയാതിരിക്കേ. ആ സ്ഥലത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. മുഴക്കോലെ അവിടെ നിക്കടാ. മുഴക്കോലെ രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒക്കെ എന്ത് ആശാരിയടാ.
വെറുതെ അല്ല അലൂമിനിയ കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേപടി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന് മുങ്ങാൻ. അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ അതിലൊരു കള്ളത്തരമില്ല കേട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്. ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി. എന്താ പറയട്ടോ എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും. പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം. എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയതമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്ക? മോനെ അങ്ങനെ അടിക്കരുത്. ഒട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ. മാ പിടി. ആ കണക്ക് നിനക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് കണ്ടാമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു പൊട്ടണം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടി ഏലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയൊന്നും അല്ല, അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്തന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. മൂന്നരണി. അങ്ങോട്ട് എടുത്തു വെക്കേ. വക്കീലേ, ഇത് ഭദ്രമായിട്ട് എവിടെങ്കിലും. പിള്ള പേടിക്കണ്ട, അലമാരിയിൽ വെച്ച് പൂട്ടും. എന്നിട്ട് താക്കോല് കേട്ടോ, ഇവിടെ നീ താക്കോൽ എടുക്കാൻ മാത്രം മിടുക്കുള്ള കളനാണെങ്കിലേ അതവ കൊണ്ടുപോട്ടേന്ന്. നാരായണ നാരായണ. ശ്രദ്ധിക്കൂ. വാവുള്ളിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ, പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവൻ നായർ, സർവേ നമ്പർ 168 12. ഞാൻ മുകുന്ദനുണ്ണി, വക്കീല. കോട്ടക്കെട്ട് കണ്ടില്ലേ? കോട്ടയ്ക്കുണ്ട്, പക്ഷേ വിശ്വാസം ഇല്ലേ? ഒറ്റ മിനിറ്റ്. Look at that. I object, Your Honor. Yes, my lord. That's all, Your Honor. അതെ, എനിക്കൊരു ലുക്കില്ലാന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഈ മാധവ് നായർ, ഈ മാധവ്ജി. അതെ, കൃഷ്ണവിലാസിന് ഭഗീരഥൻ പിള്ള എന്ന ആളെ നിങ്ങളുടെ വീടും പറമ്പും കോടതി വഴി തട്ടിയെടുക്കും. മിസ്റ്റർ മാധവൻ നായർ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. പ്ലീസ് എന്നെ രക്ഷിക്കണം. എനിക്ക് തന്നെ ഈ കേസ് തരണം. നിൽക്കുന്നേ, മാധവൻ നായർ ചേട്ടനൊന്നും പറഞ്ഞില്ല. ഈ കേസിന് കോടതി പോരാ, പട്ടാള കുറച്ചും കൂടി നല്ലത്. പട്ടാളോ? ദൈവമേ, ഈ കേസ് അതിർത്തി വിട്ട് പോവേടാ. എന്തോ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നായി. ഞാൻ അങ്ങോട്ട് വന്നിട്ട് താൻ ഇങ്ങോട്ട് പോന്നാ മതി. ഓഹോ, പതുക്കെ. ഇരിക്കൂ.
കേസിനുള്ള യോഗമൊക്കെ ഒത്തു വരുന്നുണ്ട്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഒന്ന് പോടോ. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെ. നിന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഓ ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഡേ, ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. വരണം. സാർ മാല. രാമൻകുട്ടി ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ആ, ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഈ പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണുപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണുപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ, എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കിൽ എന്റെ അമ്മോ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടപ്പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാളുണ്ടല്ലോ. ഭയങ്കര നാടൻ കുളിക്കുക. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാടോന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങാ? പൊടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ല, ഉറങ്ങുക. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ? അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? എന്താണ് തുണിഞ്ചാരി? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റുകൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ.
അതെടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ കണ്ടേ അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പ്രൊമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോ നിരക്കാൻ? വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ തോന്നിവാസം പറയും. ക്ഷമിക്കണം, ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ പക്ഷെ അവളുടെ കയ്യിലിരിപ്പ് ആലോചിക്കുമ്പോഴാ പാട്ടി തെണ്ടി ചേറ്റെ ആറി. നിനക്ക് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കണല്ലടി ഗുണ്ടുമുളകെ. കിടക്കണ കിടപ്പിൽ ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചെന്നാണ്ടല്ല, 10 മാസം വയറും തള്ളി അമ്മേ നിന്നെ അരച്ച് കലകി ചമ്മന്തേക്ക് ഒറ്റടി. മാധവൻ നിന്റെ അരഞ്ഞാണം കട്ടൂന്ന് ഈ പമ്പാപ്പച്ചോട് നീ പരാതി പറയില്ലല്ലോ. ഈശ്വരൻ എന്റെ കൂടെയാ. ഇത് ഞാൻ എടുക്കാനേ.
സരി. അയ്യോ മുഴുവൻ കുടിക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ, അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ് ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഏ? പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ശ്ശോ, ഇവൻ പിടിച്ചേ. എന്താ ഇത്ര വൈകിയേ? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആന്റി അങ്കിൾ എന്താ ഇത്? അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സോറി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ചേ? കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം മണ്ഡപം. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ? ഓഹോ അങ്ങനെയാണ്. എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓഹോ കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോട്ട് വാ കുട്ടി. ഇയാൾ ആരാ? അയ്യോ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ. അതല്ല, അയാൾ ആരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാ അവര്. അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് മണത്ത് 500 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച്? ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് തടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചവ് മോഷ്ടിച്ചത്. അത് അച്ഛൻ പറഞ്ഞോ? പണിക്കിരട്ട് ചെന്ന ബാസിനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം അത്. ഇതാരെ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് ഈ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാകെ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥ വീട്ടിൽ പോവാൻ വയ്യേ. ഇനി താങ്ങില്ല. ആഹാ ഇപ്പഴാ വരണേ? അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാളൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ദേ ഇവള് അവളെ എടീന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ട് നിർത്തണം.
കൊച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പോതി. കൊച്ചമ്പരാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലയ്ക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ദാ, ഇത് കണ്ടോ അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം? അയ്യോ ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അടക്കാൻ മാത്രമല്ല, നല്ല പിടപെടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചൂരിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ട് ഇങ്ങോട്ട് വാ. മോന്തിട്ട് ഷേപ്പ് മാറ്റും. വേണ്ടായിരിക്കടി. അപ്പൊ അയാൾ പറയണതോ? പപ്പേച്ചൊരു മുമ്പിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടു എന്താ അയാളോട് പറയാത്തെ? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടി. വെള്ളം കുടിക്കാൻ. എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞുട്ടോ അറിയാന്ന്. കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ചിലരുടെ കണ്ടി വെളിച്ചു താവും. ഇതാ മത്തൂത്തി. അല്ല മാത്തൂട്ടി. ഇയാളെങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ. ഉള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. തള്ളേ അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസന അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ. പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളയും ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടോ ഓറഞ്ചും. ആ ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവും? നല്ല സാപ്പാട് കിടക്കും. ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാല് പട്ടിക്കിട്ട് കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. പിന്നെ ഞാനൊന്ന് ബെസ്റ്റ് എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണമാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാടോ? നീ ഇങ്ങോട്ട് വന്നേ. വീട് നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല.
എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ എങ്ങനെ ഹൈജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ചിങ്ങ് വാടാ. പൊളിക്കത് വേണ്ട. മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടയ്ക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറെ കളി കളിക്കണത്? അതേ കളി. അതെ. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണു തന്നു. ഞാൻ താണു തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കല്ലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയാ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അലിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസിൽ കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്നൊന്നും ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞു കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജെപി കറ, നീ മുൻ സീറ്റ്. അപ്പൊ ഞാനോ? നീയും കറ. പോട്ടെ, ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ താക്കോലും തരത്തില്ല. താക്കോലിങ്ങനെ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്നത് തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം.
സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങൾ അറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറേ സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് ഒരു നമുക്കൊന്ന് തള്ളി നോക്കാം. ല്ലേ സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, ഓ മരുമോന് എവിടെയോ ഒരക്ഷര പെശക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പെശകിട്ടുള്ളൂ. നിന്റെ 3 അക്ഷരം പെശകി കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും. ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല. നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. എന്ത് സ്റ്റാർട്ടാവാത്തോ? എന്ത് കണ്ടാറാ ഇത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകമുണ്ടല്ലോ. എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്കാം ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ. അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവിടെ ഒരു ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല.
ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ എടുത്തതും കാറ്റുടുപ്പല്ലേ? ചെറിയച്ഛൻ ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ള ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് കഴിഞ്ഞ് തറ കിടക്കപ്പേ ഉണ്ടാവുള്ളൂ. അച്ഛൻ വാ. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. ആയി. നീ എന്തിനാടാ ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയെങ്കിലും വാശി കയറി അയാൾ ആ കള്ളനെ കയറി പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ല അച്ഛാ. ഇവളുടെ കല്യാണം നടത്തണ്ടേ? അച്ഛൻ വേഗം ബോധം കെട്ട് വീണു. എനിക്ക് വീഴാൻ ബോധം തന്നെ ഇല്ല. അയ്യോ, ഇന്നലെ വരെ മൂങ്ങളെപ്പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. തെണ്ടി ഞൊണ്ടി. പോടാ അവിടുന്ന്. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോലും ഇവിടെ തന്നെ കാണും. പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, 2 അമ്മമാരും കൂടി. ഓഹോ, 2 ആൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ, എനിക്ക് മതി. ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസിൽ കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ 1 ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങുന്നേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് ബോളിയാ, മധുരവാ. കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും.
ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസു, സരസ്, ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടെടുത്തു. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ, ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ, കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16 നീന്തലത്തിന് പോവാ. കുട്ടിത്ത വാങ്ങേ. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന. ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പൂഞ്ഞിക്കര കാണണ്ട. ഗ്ലാസിനകത്ത് ഇരിപ്പുണ്ട്. സോഡ എടുക്ക്. എന്റെ വാപ്പണത് പോയി. അയ്യോ, കമ്പി സാറ്. അല്ല, തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കൂ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. നീ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്ക പോട്ടെ. ഫിറ്റാവില്ലേട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. എന്താ അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. ഞാനും. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായ ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. ഒന്ന് കാണട്ടെ. അവൻ മടിച്ചില്ല. മീശ മാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ. മാധവനെ സാർ വിളിക്കുന്നു പറ. അവൻ എന്തൊരൊച്ച! അഹങ്കാരി. അല്ല, മാധവൻ സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? തീലി വലിച്ചു നോക്കി കേട്ടല്ലോ. നമസ്കാരം. എന്താടാ മീശ ഓടിക്കാത്ത? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാരെ. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണ് അത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ വടിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ വടിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ? അല്ലെങ്കിൽ ഞാൻ വടിച്ചാനേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചനത് കാര്യമായിട്ട് എടുത്തിരിക്കുക. ഒരുപാടങ്ങ് ഓലത്തല്ലേ. മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ.
വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമ, എന്തോ പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്ത് അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ആ പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പഠിച്ചാലും പിന്നെയും കെളുത്ത് വരും. അത് വിട്ടുകള സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. ആ കള കള കള. അല്ലേലും വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്. ചേർത്തി എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഇത് ഓടിക്കളത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. കിക്കിലിയേ ഏ ചേർത്തി അതോടെ വെച്ച്. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഒമ്നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നിന്റെ ഇവിടെ ആശുപത്രി നടത്താം. അതെ, അവന്റെ മുന്നിൽ ഇരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ഷവോ? ഇത് ചിക്കൻ കറി അല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നി ഞാൻ ഈദിയ മീനാണ്. കർത്താവേ, എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞത്. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. എന്താ? അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. പിള്ളേച്ചൻ ഇങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ആഹാ. ഉള്ളത് പറ. നീ രാത്രി പിന്നെയും പോയി ആ കുഴി മാന്തിയോ? അത് നീ പണ്ടാരമടങ്ങ്. ബാക്കിയെങ്കിലും എനിക്കിതാ. ഇങ്ങനെ ചങ്കി കുത്തറ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു അറിയോ? ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. ഇത് നിന്റെ ബുദ്ധിയല്ലേ? തന്തേ മോളും കൂടെ എന്റെ പെങ്ങൾക്കൊന്നും നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്. കൽമയിത്താത്ത നാളെ ചെമ്പ്രയ്ക്ക് പോണ്ട് ചെക്കന്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളേച്ച കൊല്ലും ഞാൻ നിങ്ങളെ. പിന്നെ കൊല്ലല്ലേ? മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട. കൊല്ലാൻ പിള്ളേച്ചൻ എന്താ കോഴിയാ? ത്രിവിക്രമിന് പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. എന്റെ കാശ് എന്റെ പക്ക 5000 എടുത്തിട്ടുള്ളൂ.